ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മിനീഷ എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് മിനീഷ. യഥാർത്ഥ പേരല്ല. എനിക്ക് 25 വയസ്സുണ്ട്. ചെറുപ്പം മുതലേ എന്തോ ആൺകുട്ടികളെ കാണുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അവരോട് മിണ്ടാനും എനിക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ സ്ത്രീ സുഹൃത്തുക്കളിൽ വളരെ കംഫർട്ടബിളായിരുന്നു. എല്ലാ സ്ത്രീ സുഹൃത്തുക്കൾക്കും കാമുകന്മാരുണ്ട്. എനിക്ക് മാത്രം ഒരാണിനോട് പ്രേമം തോന്നിയില്ല. എല്ലാവരും വളരെ ചെറുപ്പത്തിൽ തൊട്ട് എന്നെ കളിയാക്കുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ്, വീട്ടുകാർക്ക് പിന്നെ എനിക്ക് പ്രേമമില്ലാതിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു പെൺകുട്ടിക്ക് പ്രേമമില്ലാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് സമാധാനം. പക്ഷേ +2 കഴിഞ്ഞ് ഞാൻ ഒരു പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടി ബാംഗ്ലൂരിൽ പോയി മാഡം. അവിടെയാണ് ഞാൻ ആദ്യമായി ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അപ്പോഴും അവിടെ പലർക്കും കാമുകന്മാരുണ്ടായിരുന്നു. ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലുമൊക്കെ അവർ കാമുകന്മാരോടൊത്ത് ഉല്ലാസയാത്രയ്ക്ക് പോകും. പക്ഷേ എനിക്കതിനൊന്നും സാധിക്കുമായിരുന്നില്ല. ആ ഹോസ്റ്റലിൽ എൻ്റെ ബാച്ച്മേറ്റായ ജിനിയുണ്ട്. അവളും ഞാനും മാത്രമാണ് ഇങ്ങനെ ജീവിക്കുന്നത്. ഞാൻ അവളോട് പറഞ്ഞു, എല്ലാവർക്കും കാമുകന്മാരുണ്ട്, പക്ഷേ നമുക്ക് രണ്ടുപേർക്കും ഇല്ല അല്ലേന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് ഒരു സത്യം പറയാം, എനിക്ക് ആണുങ്ങളെ ഒട്ടും ഇഷ്ടമല്ല. അവളുടെ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. നിനക്ക് പിന്നെ ആരെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നെ ചേർത്ത് നിർത്തി പറയുകയാണ്, നിന്നെപ്പോലുള്ള പെണ്ണുങ്ങളെ തന്നെയാണ് എനിക്കിഷ്ടമെന്ന്. ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളും തമ്മിൽ ഇങ്ങനെയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പക്ഷേ ആണുങ്ങളെ ഇഷ്ടമല്ല. എങ്കിലും സ്ത്രീകളോടും എനിക്കിഷ്ടമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവളാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വഴിതെളിച്ച് വിടാം. നീ നോക്കൂ, നിനക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോയെന്ന്. എന്തായാലും പുരുഷന്മാരെ നിനക്ക് ഇഷ്ടമല്ലല്ലോ, അപ്പോൾ ഞാൻ നിൻ്റെ ഫ്രണ്ടല്ലേ, ഞാനങ്ങ് ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞ് അവൾ മാമ്പഴങ്ങൾ വെറുതെ തൊട്ടു നോക്കി. പിന്നെ മൂത്തോ പഴുത്തോ കായ്ച്ചോ എന്ന് നോക്കി. പിന്നെ അവൾ എന്നോട് കൂടുതൽ അടുത്ത് പെരുമാറി. താഴ്വാരങ്ങളിൽ അവൾ പച്ചക്കറുകപ്പുല്ല് പൂത്തു നിൽപ്പുണ്ടോ എന്ന് പരതി നോക്കി. ചില സമയത്ത് തെളിനീരരുവി ചോലക്കാടുകൾ പകഞ്ഞു മാറ്റി അവൾ ട്രൈ ചെയ്തു. ആദ്യമൊക്കെ എനിക്ക് ഇത്തിരി പ്രതീക്ഷിതങ്ങളുണ്ടായിരുന്നു. എങ്കിലും ആണുങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിന്നത് എൻ്റെ തന്നെ വർഗമായിരുന്നു എന്നുള്ളത് എനിക്കപ്പോഴാണ് മനസ്സിലായത്. പതുക്കെ അവൾ എന്നെ കൈയടക്കാൻ തുടങ്ങി, കൈയാളാൻ തുടങ്ങി. അവൾ എല്ലാത്തിനും മുൻകൈ എടുത്തു. പലവിധ ഉപകരണങ്ങളും അവളുടെ ബാഗിൽ നിന്ന് എടുത്ത് കാണിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ചോദിച്ചു, എടി, നീ ഇത് എപ്പോൾ തുടങ്ങിയതാണെന്നും. 2-3 വർഷമായി ഈ മേഖലകൾ വിസ്തൃതമാക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു ശാസ്ത്രജ്ഞയാണ് അവളെന്ന് അവൾ എന്നോട് പറഞ്ഞു. പല ബന്ധങ്ങളും അവൾക്കുണ്ടായിട്ടുണ്ട്. പ്രേമത്തിലൊന്നും അവൾക്ക് വിശ്വാസമില്ല. പക്ഷേ ഓരോ ദിവസവും ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, വ്യത്യസ്തമായ ആളുകൾ ജീവിതത്തിൽ വന്നിരുന്നെങ്കിൽ എന്താണ് അവളുടെ ആഗ്രഹം. ഹോസ്റ്റലിലുള്ള 5-6 പേര് അവളുടെ കസ്റ്റഡിയിലാണത്രേ എന്നൊക്കെ അവൾ പറഞ്ഞു. എന്നാലും അവൾ തുടങ്ങി വെച്ചത് മുഴുമിപ്പിക്കാതെ അവിടുന്ന് പോരാൻ എനിക്ക് മടിയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അവളുടെ കരവലയത്തിൽ ഞാനും ഒതുങ്ങിപ്പോയി. അവൾ ഒരു മിടുക്കിയായിരുന്നു. ആണിനേക്കാൾ തന്ത്രശാലിയായിരുന്നു. എവിടൊക്കെയാണ്, എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു സ്ത്രീ ആയതുകൊണ്ട്. ചുരുക്കം പറഞ്ഞാൽ പുരുഷന്മാർ ഈ ലോകത്തു നിന്ന് പോയെന്ന് പറഞ്ഞാലും 2 സ്ത്രീകളുണ്ടെങ്കിൽ ജീവിക്കും എന്നുള്ള മട്ടിലായി. പതുക്കെ ഞങ്ങൾ തമ്മിൽ ഒത്തിരി അടുത്തു. പിന്നെ അതൊരു പ്രേമം പോലെയായെന്ന് പറയാം. എനിക്ക് അവളുടെ മേൽ നല്ല പൊസസീവ്നെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റു ബന്ധങ്ങൾ നിർത്താൻ ഞാൻ ആവശ്യപ്പെട്ടു. അവളത് നിർത്തുകയും ചെയ്തു. കോഴ്സ് കഴിയുവോളം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ അവളുടെ വീട്ടിലും അവൾ എൻ്റെ വീട്ടിലും വരുമായിരുന്നു. ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സ് ആണെന്ന് മാത്രമാണ് വീട്ടുകാർ വിശ്വസിച്ചത്. പക്ഷേ കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ അവളുടെ വീട്ടിൽ പോയി. അവളുടെ അമ്മ അന്ന് അവിടെ ഇല്ലായിരുന്നു. 2 പേരും വന്ന് മതിമറന്ന് ഉല്ലസിക്കുകയായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് അവളുടെ കുഞ്ഞമ്മ, അപ്പുറത്തെ വീട്ടിലുള്ളവർ പമ്മിപ്പതുങ്ങി വന്നത് ഞങ്ങൾ കണ്ടില്ല. അടുക്കളയിൽ വെച്ച് ഞങ്ങൾ കാണിച്ച കുസൃതികൾ അവർ കണ്ടുപിടിച്ചു. അടുക്കളയിൽ വട്ടത്തിൽ അപ്പം ചുട്ടുകൊണ്ടിരുന്ന ഞങ്ങൾ ഇതൊന്നും കണ്ടതുമില്ല. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും സംഗതി വഷളായി. അവർ വിളിച്ച് അവളുടെ അമ്മയോട് പറഞ്ഞു. അവളുടെ അമ്മ ചീറിപ്പാഞ്ഞു വന്നിട്ട് കടുത്ത തെറിയാണ് ഞങ്ങളെ 2 പേരെയും വിളിച്ചത്. അതുമാത്രമല്ല, അവൾക്കിട്ട് 2 എണ്ണം കൊടുക്കുകയും ചെയ്തു. മേലിൽ ഇത്തരം പരിപാടികളുമായിട്ട് ഇവിടെ കാണരുത്, ഇപ്പം തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞു. രാത്രിയായതുകൊണ്ട് തനിയെ പോകാൻ എനിക്ക് മടിയായിരുന്നു. അവരപ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്കുള്ള പണവും കൊടുത്ത് എന്നെ അതിൽ കയറ്റി വിട്ടു. പക്ഷേ ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ്
അവളുടെ അമ്മ കാര്യങ്ങളെല്ലാം വിളിച്ച് എൻ്റെ വീട്ടിൽ പറഞ്ഞിരുന്നു മാഡം. അതോടുകൂടി എല്ലാം അലികുൽത്തായി മാറി. കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെയും എന്നെ സ്വീകരിച്ചത് അടിയോടുകൂടിയായിരുന്നു. എൻ്റെ അമ്മയാണെങ്കിൽ ഒരു വായാടിയാണ്. അച്ഛനോടും സഹോദരനോടും ബാക്കിയുള്ളവരോടും ബന്ധുക്കളോടും എല്ലാം പറഞ്ഞു ഞാനാണ് തരികിടയെന്ന്. അതുമാത്രമല്ല, അവളുടെ അമ്മ വിളിച്ചു പറഞ്ഞത് ഞാനാണ് ഇതിനെല്ലാം മുൻകൈ എടുത്തത്, അവരുടെ മകളൊരു പാവമാണെന്ന്. അത് കേട്ട് കരയണോ ചിരിക്കണോ എന്ന് എനിക്കറിയില്ല മാഡം. കാര്യം അവളുടെ അത്ര എക്സ്പീരിയൻസ് ആർക്കുമില്ല. ഈ 3-4 വർഷങ്ങളിൽ അവൾ എത്ര പേരെ എങ്ങനെയൊക്കെ ആക്കിയെടുത്തെന്ന് ആർക്കും അറിയില്ല. ഞാനാണെങ്കിൽ അവൾ മാത്രം എന്നുള്ള മട്ടിൽ വിശ്വസിച്ച് ജീവിച്ചു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. പക്ഷേ അവിടെയും ഇവിടെയും പ്രശ്നമായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരെയും പിന്നെ ജോലിക്കൊന്നും വിട്ടില്ല. അവളുടെ കല്യാണം ഏകദേശം 1 വർഷത്തിനുള്ളിൽ കഴിയുകയും ചെയ്തു. ഭർത്താവിൻ്റെ കൂടെ അവൾ ദുബായ്ക്ക് പോയെന്നും ഞാൻ അറിഞ്ഞു. അവൾ എന്നെ കോണ്ടാക്ട് ചെയ്തില്ല. ഈ സംഭവത്തോടു കൂടി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. എന്നെങ്കിലും എല്ലാം ഒന്ന് ആറ് തണുക്കുമ്പോൾ പിന്നെയും കാണാമെന്ന് കരുതിയതാണ്. പക്ഷേ കണ്ടില്ല മാഡം. അവൾ അവളുടെ ജീവിതം തേടിപ്പോയി. എത്ര പെട്ടെന്നാണ് അവൾ മാറിയെന്നോർത്തു. അപ്പോഴും എൻ്റെ മനസ്സിൽ ആളുകളോട് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കും കല്യാണാലോചനകൾ വരാൻ തുടങ്ങിയത്. എന്തോ വീട്ടിലെ ചില നിർബന്ധങ്ങൾ മൂലമാകാം. എനിക്ക് പേരുദോഷമുണ്ടല്ലോ. അമ്മ പറയും ഇവക്ക് ഇരുമ്പുലൊക്കെ പഴിപ്പിച്ച് കയ്യിലോട്ടങ്ങ് കൊടുക്കണം, എങ്കിലേ ശരിയാകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ആക്ഷേപിക്കുമല്ലോ. അതുമാത്രമല്ല, അമ്മ തന്നെ എൻ്റെ ക്യാരക്ടറിന് ഒത്തിരി പബ്ലിസിറ്റി കൊടുത്തതുകൊണ്ട് തന്നെ 2-3 വിവാഹാലോചനകൾ അങ്ങനെ മുടങ്ങിപ്പോയി. പിന്നെ അമ്മയൊന്ന് ആറ് തണുത്ത് മറ്റു കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വെച്ചിട്ടാണ് എനിക്കൊരു കല്യാണം കൊണ്ടുവന്നത്. എനിക്ക് വേണ്ട വേണ്ട 100 വട്ടം പറഞ്ഞതാണ്. കാര്യം വന്ന ചെക്കനെയും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാണാനൊക്കെ സുന്ദരനാണെങ്കിലും എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു മാഡം. എങ്കിലും അമ്മയും അച്ഛനും വീട്ടിലുള്ളവരും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഇതേപോലെ നിർബന്ധപൂർവ്വം കല്യാണത്തിന് വിധേയമാകേണ്ടി വന്നു. അങ്ങനെയാണ് അധികം സംസാരിക്കാതെ ഹൃദയവികാരങ്ങൾ കൈമാറാതെ ഞാനും ഒരുത്തൻ്റെ ഭാര്യയായത്. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. എന്തായിരിക്കുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ ചോദിച്ചു, നീ നിൻ്റെ കൂട്ടുകാരി കൂത്തടിക്കില്ലേ? അന്നേരം വലിയ ടെൻഷനൊന്നുമില്ലായിരുന്നല്ലോ, ഇപ്പം എന്തിനാണ് ഒരാണിനെ കണ്ടപ്പോൾ നീ ഇത്ര ടെൻഷൻ അടിക്കാൻ? അവിടെ എന്തുമായിരുന്നു, ഉപകരണങ്ങളും പച്ചക്കറിയും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതിനേക്കാൾ നല്ലതല്ലേ ഒരാണ് എന്ന് പറഞ്ഞ് അവൾ എന്നെ പരിഹസിക്കുന്ന പോലെയാണ് സംസാരിച്ചത്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ആ പറഞ്ഞതിലും വല്ല സാങ്കത്യവുമുണ്ടോ? എനിക്കൊന്നും അറിയില്ല എന്ന് വെച്ചിട്ട് ഇഷ്ടമില്ലാത്തൊരുതിനെ പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ പറ്റുമോ? ആ കൂടി കൺഫ്യൂഷനായിട്ടുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ അവിടെ നടന്നത് വേറൊരു അത്ഭുതമായിരുന്നു. ഭർത്താവ് കളിയും ചിരിയുമായി എന്നോട് മുന്നോട്ട് പോകുന്നല്ലാതെ എന്നോട് അമിതമായ യാതൊരു അടുപ്പവും കാണിച്ചില്ല. അങ്ങേർക്ക് ഈ കാര്യത്തിൽ ഒരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഉർവശി ശാപം ഉപകാരം. ഞാനും അദ്ദേഹത്തോടൊന്നും ചോദിച്ചില്ല, അദ്ദേഹവും എന്നോടൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നു. പുള്ളിക്ക് നല്ലൊരു ജോലിയുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒരിക്കലും ഈ ഒരു കാര്യം, ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ കാര്യം പുള്ളി സംസാരിക്കുന്നേയില്ല. ഭൂലോകത്തിന് കീഴിലുള്ള എല്ലാ വിഷയങ്ങളെ പറ്റിയിട്ടും നല്ല അറിവാണ്. പക്ഷേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കേണ്ട, ഒന്നും പ്രവർത്തിക്കേണ്ട. അയ്യോ, ഇതിലും മികച്ചൊരു ജീവിതം എനിക്ക് കിട്ടാനില്ല എന്ന് തോന്നി. ഈ വിഷയം ആരും പറയുന്നില്ല, ഒന്നും നടക്കുന്നുമില്ല. പക്ഷേ ഒരു ദിവസം എനിക്ക് തോന്നി, ഇതിൻ്റെ പിന്നിൽ എന്താണ്? എൻ്റെ ഭർത്താവും എന്നെപ്പോലെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ തുടക്കം കുറിച്ചു. അല്ല ചേട്ടൻ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്തത്? നീ എന്താണ് എന്നോട് അങ്ങനെ പെരുമാറാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്നു. അന്ന് ഞാൻ പഠിക്കാൻ പോയപ്പോൾ നടന്ന കാര്യങ്ങൾ, എൻ്റെ ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങൾ, പിന്നെ ഞാനും കൂട്ടുകാരിയും തമ്മിലുള്ള വലിയ പച്ചക്കറി ബന്ധങ്ങൾ, അത് കഴിഞ്ഞ് ഉപകരണങ്ങൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകൾ, പിന്നെ വീട്ടുകാർ കണ്ടുപിടിച്ചത് പേരുദോഷം, അവളുടെ കല്യാണം, എൻ്റെ കല്യാണം, അവളിപ്പോൾ ദുബായിൽ സെറ്റിൽഡാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് കരഞ്ഞു. കാര്യം എൻ്റെ ഉൾമനസ്സിനെ ഒത്തിരി ബാധിച്ചൊരു സംഭവമാണല്ലോ. എൻ്റെ ഭർത്താവ് അത് വളരെ നല്ല രീതിയിൽ കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിനൊരു കൗതുകം തോന്നിയെന്ന് എനിക്ക് തോന്നി. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അതൊക്കെ ഇപ്പോൾ സ്വാഭാവികമാണ്, നമ്മൾ കാണുന്നല്ലേ. വളരെ വിശാലമായൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യർക്ക് ആരോട് വേണേലും അട്രാക്ഷൻ തോന്നാം. അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അത് പോയല്ലോ, നീ ആഗ്രഹിച്ച ആളെ നിനക്ക് കിട്ടിയതുമില്ല. അവളിപ്പോൾ ഭർത്താവിൻ്റെ കൂടെ സുഖമായി ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു സുഖമായി ജീവിക്കുന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ അവസ്ഥ പോലെയാണോ അവളുടെ അവസ്ഥയെന്ന് എനിക്കറിയില്ലെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു,
നീ വിചാരിക്കുന്ന പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. ഞാൻ അതുകൊണ്ടൊന്നുമല്ല ഇങ്ങനെ പെരുമാറുന്നത്. ഞാൻ പഠിത്തം കഴിഞ്ഞ് ഫസ്റ്റ് ജോലി കയറിയത് ബാംഗ്ലൂരിലാണെന്ന് നിന്നോട് പറഞ്ഞല്ലോ. അന്ന് ഞങ്ങൾ 4 ബാച്ചിലർമാർ ഒന്നിച്ചായിരുന്നു ഒരു ഫ്ലാറ്റിൽ താമസം. അവിടെയുള്ള 3 പേർക്കും നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരുന്നു. അവർക്ക് പലവിധ ബന്ധങ്ങളുമുണ്ട്. എനിക്ക് താല്പര്യമുണ്ട്, എന്നാലും അത്ര വലിയ താല്പര്യമില്ല. എനിക്ക് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അവളാണെങ്കിൽ എവിടേക്ക് ഗോവേണി വെച്ച് കയറാം എന്ന് കരുതി നടക്കുന്ന സ്ത്രീയാണ്. വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഞങ്ങളുമായിട്ട് കൂട്ടായി. അവൾക്ക് എന്നോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. മറ്റു 3 പേരുമായിട്ടും അവൾക്ക് നല്ല സജീവമായ ബന്ധമുണ്ട്. ഒരു വട്ടം അവൾ കയറി വന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ എന്നോട് കൂടുതൽ ഇഷ്ടം കാണിച്ചു. അവൾ പിന്നീട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ ആരുമില്ലല്ലോ, നീ ആദ്യമായിട്ടാണെന്ന് എനിക്കറിയാം, നമുക്ക് നമ്മുടെ സെർവർ ഒന്ന് ഓപ്പൺ ആക്കാൻ ശ്രമിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്, അവളോട് എനിക്കും ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ സിപ്പ് ലോക്ക് കവർ ഒന്ന് തുറന്ന് ഡാറ്റ പുറത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ അത് കഴിഞ്ഞ് പറഞ്ഞ കമൻറ്റ് എന്നെ ഞെട്ടിച്ചു മോളെ. അവൾ പറഞ്ഞു, കടുകുമണിയും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. അയ്യോ, നിന്നെ കണ്ടാൽ ഇങ്ങനെ പറയില്ലല്ലോ, വേസ്റ്റാണ് മോനെ, ഐ ആം റിയലി സോറി എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഈ ഒരു സംഭവത്തോടു കൂടി എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി. അവളാണെങ്കിൽ ആ കൂട്ടുകാരോടൊക്കെ അത് പറയുകയും ചെയ്തു. അവന്മാരെന്നെ കളിയാക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്നില്ല, നാട്ടിൽ വന്ന് മറ്റൊരു ജോലി കണ്ടെത്തി. പിന്നീട് എനിക്ക് അതിലും നല്ല ജോലി കിട്ടി. ഞാനിവിടെ സെറ്റിലാകുകയും ചെയ്തു. വിവാഹം എനിക്കൊരു പേടി സ്വപ്നമായിരുന്നു. അപ്പോഴാണ് എല്ലാവരും നിർബന്ധിച്ച് ഈ കല്യാണം നടന്നത്. നീയാണെങ്കിൽ സൈലൻ്റായിട്ടിരിക്കുന്നു, ഒന്നും മിണ്ടുന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യമേ ഓർത്തത് അധികം സംസാരിക്കാത്ത സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ പ്രശ്നം കാണില്ല. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തുടങ്ങാൻ മടി. എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, എന്നാലൊരു പേടി. നീയാണെങ്കിൽ ഒന്നിലും അടുക്കൊന്നുമില്ല, നല്ല രീതിയിൽ ചിരിച്ചും കളിച്ചും മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതൊരു അനുഗ്രഹമായി ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു. എൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം. നിൻ്റെ കഥ പറഞ്ഞപ്പോൾ നിനക്ക് സമാധാനമില്ലേ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങൾ 2 പേരും നല്ല രസത്തിൽ എല്ലാം പറയുന്ന സുഹൃത്തുക്കളായി മാറി. അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കണം. എന്തായാലും നിനക്ക് ആണുങ്ങളോട് താല്പര്യമില്ല, ഒരു സുഹൃത്ത് എന്ന നിലയിൽ നീ നോക്കൂ. ഒരു സ്ത്രീ എന്നുള്ള നിലയിലും വേണമെങ്കിൽ ചിന്തിക്കാം, കടുകുമണിയാണോ അതോ കതിർച്ചോളമാണോ എന്ന്. ഞാൻ ആദ്യം മടിച്ചു, വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞു. എന്തായാലും ഒന്നിച്ച് ജീവിക്കാനല്ലേ, ഡൈവേഴ്സ് ഒന്നും ചെയ്യാൻ ഉദ്ദേശമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എങ്കിൽ നീ ഒന്ന് ടെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് നിർബന്ധം കൊണ്ടാണ് ഞാൻ ടെസ്റ്റിങ്ങിന് മുതിർന്നത്. ആദ്യമൊക്കെ എനിക്ക് നാണമായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, നാണിച്ചിട്ട് എന്ത് കാര്യമാണ്, എന്തായാലും എൻ്റെ ഭർത്താവല്ലേ എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് തുടങ്ങി. പക്ഷേ നോക്കിക്കഴിഞ്ഞപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ നല്ലൊരു മനുഷ്യൻ, നല്ലൊരു പുരുഷൻ. എനിക്ക് പ്രത്യേകിച്ച് അവൾ ആക്ഷേപിച്ച പോലെ കടുകുമണി എന്നൊന്നും തോന്നിയിട്ടില്ല. കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ പറഞ്ഞതുപോലെ ആ 3 സുഹൃത്തുക്കളിലും അവൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒത്തിരി താഴെയായിരിക്കാം എൻ്റെ ഭർത്താവ്. പക്ഷേ തെറ്റി പറയാൻ പറ്റില്ല. ഇതൊക്കെ മതി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെനിക്കങ്ങ് തോന്നി. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടിയും ഒരു സ്ത്രീ മനസ്സ് എൻ്റെ ഉള്ളിലിരുന്ന് കരഞ്ഞു വിളിച്ചു, അല്ലെങ്കിൽ കൂകിയാർത്തു. ഞാൻ അഭിപ്രായം അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അന്നാണ് ഞങ്ങൾ തമ്മിൽ ചില പരീക്ഷണങ്ങൾ തുടങ്ങിയത്. ആദ്യമൊന്നും ഒട്ടും ക്ലച്ച് പിടിച്ചില്ല. പിന്നെ ഒരിണക്കം തോന്നി. അപ്പോഴാണ് ഞാൻ ഓർത്തത്, യന്ത്രങ്ങൾ എന്തിനെ മൈലാഞ്ചി, എന്തിന് പൊന്നും കൂടത്തിന് പൊട്ടുന്നിന് എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചിലപ്പോൾ എവിടെയും ഉപയോഗപ്രദമാകും. നമ്മൾ പരീക്ഷിക്കാത്തത് കൊണ്ട് അതിഷ്ടമല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ മനസ്സല്ലേ, എപ്പോൾ വേണമെങ്കിലും മാറാം. അങ്ങനെ ഞങ്ങൾ പുരോഗമന പാതയിൽ കൂടി ഓടിപ്പോകുന്നു. ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ ദുബായിൽ നിന്ന് വന്നത്. അവരെ തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് 10-15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എയർപോർട്ടിൽ പോയി. ആ സമയത്ത് ചേച്ചി കയറിപ്പോയി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടക്കാനൊരുങ്ങുമ്പോഴുണ്ട് എൻ്റെ പേര് ആരോ വിളിച്ചു. ഞാൻ നോക്കിയപ്പോഴുണ്ട് അവിടെ എൻ്റെ കൂട്ടുകാരി. അവൾ ദുബായിൽ നിന്ന് തിരിച്ചു വരികയാണ്. അവൾ മാത്രമേ ഉള്ളൂ. അവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എൻ്റെ ഭർത്താവാണെങ്കിൽ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുകയാണ്. ഞാനിപ്പോൾ അവളുടെ പേര് പറഞ്ഞിട്ട്
ഇതെൻ്റെ ആത്മാർത്ഥമായ കൂട്ടുകാരി എന്ന് പറഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിന് ഉള്ളിൽ കത്തി. ഞാനാണെങ്കിൽ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി. അവൾ പറഞ്ഞു, ആ ഞാനിനി 6 മാസം ഇവിടെ കാണും, കാര്യം അച്ഛനൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതിനുവേണ്ടി വന്നതാണ്. നിനക്ക് കുട്ടികളായില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും കുട്ടികളൊന്നും ആയില്ല. ഹസ്ബൻഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ സൂപ്പറായിട്ട് പോകുന്നു, അദ്ദേഹത്തിന് അവിടെ ബിസിനസ്സാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ നമ്പരൊക്കെ വാങ്ങിയിട്ടാണ് പിരിഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചല്ലോ, ഇനിയിപ്പോൾ വീട്ടുകാർക്ക് എന്താ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ വീട്ടിൽ ചെന്ന് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും അവൾ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാനിപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞുണ്ടായ സംഭവങ്ങളും ഭർത്താവിൻ്റെ സ്വഭാവങ്ങളും ഇപ്പോൾ ക്ലച്ച് പിടിച്ച് വരുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അത് കേട്ട് അവൾ ചിരിച്ചു. ശരിയടി, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ചിലപ്പോൾ നമുക്ക് മനസ്സിനിണങ്ങിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മാറാം. ഹസ്ബൻഡുമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെയാണ് എന്ന് വെച്ചിട്ട് പഴയ കാര്യങ്ങളൊന്നും ഞാൻ വിട്ടിട്ടുമില്ല, മറന്നിട്ടുമില്ല. നിൻ്റെ ഭർത്താവിന് എല്ലാം അറിയാമല്ലോ, ഞാൻ നിൻ്റെ വീട്ടിലോട്ടൊന്ന് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണോടി, പിന്നെയും തുടക്കമിടണോ, പിന്നെയും വേലയും പൂരവും കൊടിയേറണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ പറഞ്ഞു, നിൻ്റെ ഹസ്ബൻഡോടൊന്ന് ചോദിച്ചു നോക്ക്, എനിക്കിപ്പോഴും നല്ല ആക്റ്റീവാണ്, ഞാനും വരട്ടെ, പിന്നെ കടുകുമണി എനിക്ക് മാനേജ് ചെയ്യാമല്ലോ, അവിടെയും ഇവിടെയും അതും ഇതും എല്ലാം മാനേജ് ചെയ്യാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. രണ്ടാം ഭാഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ മോളെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ ഹസ്ബൻഡിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ അദ്ദേഹത്തോട് വിശദമായിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്ക് എന്തെന്നില്ലാത്ത ഉത്സാഹം, അവൾ വരട്ടെ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവളും ഭർത്താവും കൂടി സംസാരിച്ചു, എല്ലാം സെറ്റ്. അങ്ങനെയാണ് 2-3 ദിവസം കഴിഞ്ഞ് തിരക്കൊക്കെ ഒതുക്കിയിട്ട് അവൾ ഞങ്ങളുടെ വീട്ടിൽ വന്നത്. ഇവിടെ അമ്മായിച്ചനും അമ്മായിമ്മയൊക്കെ താഴത്തെ നിലയിലുണ്ട്, മുകളിലാണ് ഞങ്ങളുടെ റൂം, അതിനപ്പുറത്താണ് അവൾക്കും റൂം ഒരുക്കിയത്. പിന്നെ രാത്രിയായി കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ 3 പേരും കൂടി ഒന്നിച്ചങ്ങ് കൂടി. പഴയ കഥകളെല്ലാം അവൾ എണ്ണി എണ്ണി പറഞ്ഞു. അവളുടെ ലീലാവിലാസങ്ങൾ കേട്ട് ഹസ്ബൻഡ് ഞെട്ടി. ഷോ, ഒരാണ് സുന്ദരികളായ പെണ്ണുങ്ങളെ നോക്കി നടന്നു കഴിഞ്ഞാൽ അവന് ഒരിക്കലും കിട്ടുകയില്ല. ഇതിപ്പോൾ നിനക്ക് എത്ര പെട്ടെന്നാണ് ഇങ്ങനെ എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഹസ്ബൻഡിനെ കിള്ളിക്കൊണ്ട് പറഞ്ഞു, അതങ്ങനെയാണ്, പെണ്ണുങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ അവർക്ക് എന്തുമാകാം, ആണുങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ആണ് പെണ്ണുമാകുമ്പോൾ സമൂഹത്തിൽ എന്തെല്ലാം റെസ്ട്രിക്ഷൻസ് ആണ്, എന്നാലും നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്തത് എന്ന് ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ആദ്യം തന്നെ ഡെമോൺസ്ട്രേഷൻ ആവശ്യപ്പെടുമെന്ന്. അവൾ പെട്ടെന്ന് തന്നെ എന്നോട് ചേർന്നിരുന്നു. എനിക്കിത്തിരി ചമ്മലുണ്ടായിരുന്നു, അവൾക്ക് ചമ്മലൊന്നുമില്ലല്ലോ. അവൾ പറഞ്ഞു, ചെന്തെങ്ങിൻ്റെ കുലകൾ ആടും, അത് കഴിഞ്ഞ് ചെന്തെങ്ങിൻ്റെ മൂട് നന്നായി കിളച്ചൊരുക്കി വെള്ളവും വളവും ഇടണം എന്ന് പറഞ്ഞ് അവളുടെ വക അത്യുജ്വല പ്രകടനമായിരുന്നു. അത് കണ്ട് ഭർത്താവ് മൂക്കത്ത് വിരൽ വെച്ചു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പ്രോത്സാഹിപ്പിച്ചു, ഇത്രയും വെറൈറ്റികൾ നിങ്ങൾക്കിടയിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു, ഈ ബന്ധവും ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കാം എന്ന് അദ്ദേഹം മാർക്കിട്ടു. അപ്പോൾ അവൾ പറഞ്ഞു, ഇനി കടുകുമണി ഞാനൊന്ന് വറുക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ചാടി വീഴുകയായിരുന്നു. അത് ഞാൻ അത്ര പ്രതീക്ഷിച്ചതല്ല. എന്നെപ്പോലെയല്ല അവൾ 2 വെള്ളവും കാല് ചവിട്ടി നേരെ ഓടിക്കുന്നൊരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി. ഭർത്താവിനുണ്ടായ മാറ്റം വളരെ അപൂർവവും അത്യുജ്വലവുമായിരുന്നു. അവൾ പറഞ്ഞു, മോളെ, ആമത്തോടിനുള്ളിൽ ആമ പതുങ്ങിയിരിക്കുന്നു എന്ന് കരുതി ഒന്നും ആരും ചെറുതായി കാണാൻ പാടില്ല. അവസരം വരുമ്പോൾ അരിയാട്ടുക, അരിയാട്ടുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഗുണം തെളിഞ്ഞു വരും എന്ന് അവൾ പറഞ്ഞു. അല്ലെങ്കിൽ അവളൊരു സവാരിക്കാരിയാണല്ലോ, സവാരി ചെയ്തപ്പോഴാണ് ഏറ്റവും ബൃഹത്തായ പദ്ധതികൾ തെളിഞ്ഞു വന്നത്. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ എല്ലാ പ്രോബ്ലംസും അന്നോടുകൂടി ആശങ്കകളും തീർന്നു. എനിക്കാണെങ്കിലും പണ്ടത്തേനേക്കാൾ പിന്നത്തെ രീതിയിലുള്ള ജീവിത മനോഹാരിതകൾ തിരിച്ചു വന്നതുപോലെയും തോന്നി. ചുരുക്കം പറഞ്ഞാൽ അവൾ പോകുന്നത് വരെ ഞങ്ങൾ വളരെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ അവൾ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു മിസ്സിങ് ഉള്ളതുപോലെ എനിക്ക് തോന്നി. അവളുണ്ടെങ്കിൽ ഹസ്ബൻഡും ഞാനും ഹാപ്പിയാണ്. ഇപ്പോൾ അവൾ ഗൾഫിൽ പോയി കഴിഞ്ഞ ശേഷം വിളിച്ചു പറയുകയാണ്, അവളുടെ ഹസ്ബൻഡുമായി ഒത്തുള്ള ജീവിതം അവൾക്ക് ഒട്ടും നല്ലതായി തോന്നുന്നില്ല. അഡ്ജസ്റ്റബിൾ ആണെങ്കിലും അഭിനയിച്ച് മടുത്തു. എല്ലാം
തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ബന്ധങ്ങളാണ് അവൾക്കിഷ്ടം. ഞാനും ഹസ്ബൻഡിനും ഇടയ്ക്ക് അവൾ സംതൃപ്തയാണ്. അതുകൊണ്ട് 3 പേർക്കുമായി മുന്നോട്ട് പോകാം എന്നാണ് അവൾ പറഞ്ഞത്. എൻ്റെ ഹസ്ബൻഡിന് ആ ഐഡിയ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ എനിക്ക് ആശങ്കകളാണ്. അതെങ്ങനെയാണ് മാഡം ഈ നാട്ടിൽ പ്രാവർത്തികമാക്കുക? അതിനൊക്കെ ഒത്തിരി തടസ്സങ്ങളില്ലേ? നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലേ? പണ്ടുണ്ടായ ബുദ്ധിമുട്ട് തന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ആഴത്തിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ റിസ്ക് ഉള്ള ഒരു പ്രവൃത്തിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. കാര്യം ഈ പറഞ്ഞതുപോലെ ആ പെൺകുട്ടി അവിടുന്ന് ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്ന് നിങ്ങൾ 2 പേരുടെയും കൂടെ താമസിക്കാൻ തുടങ്ങുമ്പോൾ സമൂഹമോ അല്ലെങ്കിൽ വീട്ടുകാരോ നാട്ടുകാരോ കേൾക്കുന്നവരോ ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. കാര്യം നിങ്ങൾ താമസിക്കുന്ന എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. വല്ല നാട്ടുപുറത്താണെങ്കിൽ അത് വലിയൊരു രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇടവയ്ക്കും. അപ്പോൾ അത് നല്ലൊരു ഉപായമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ഇഷ്ടങ്ങളാണുള്ളതെങ്കിൽ അത് ചിലപ്പോൾ സമൂഹത്തിന് ചേർന്ന് പോകുന്നതായിരിക്കില്ല. എങ്കിലും നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഇഷ്ടങ്ങൾ പ്രാവർത്തികമാക്കണമെങ്കിൽ നമുക്ക് ധൈര്യവും വേണം, സാഹചര്യവും വേണം. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു ഫ്ലാറ്റിലോ അതേപോലെ നഗരങ്ങളിലോ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത കൈയിടാത്ത ആൾക്കാരുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ രഹസ്യമായിട്ട് ചിലപ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റിയേക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർ വേറൊരു വീട്ടിൽ താമസിക്കുന്നു, വല്ലപ്പോഴൊക്കെ ഒന്ന് വരുന്നു, അങ്ങനെയാണെങ്കിലും ചിലപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയേക്കും. 2 ഫ്ലാറ്റുകൾ അടുപ്പിച്ചടുപ്പിച്ചെടുത്ത് അതിൽ താമസിക്കുന്ന പല ദമ്പതികളെ അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സഹകരണത്തോടുകൂടി പോകുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ആണുങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ പെണ്ണുങ്ങളും ഉണ്ട്. അങ്ങനെ പല രീതിയിലും ആളുകൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യം നോക്കിയിട്ട് വേണം അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. അപ്പോൾ അവരുടെ ഭർത്താവിനോട് ഇതൊക്കെ തുറന്നു പറഞ്ഞ് എല്ലാവരും തമ്മിൽ വലിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ അല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് അയാളോട് ചോദിച്ച് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല. ഇനി അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴേക്കും ചുറ്റുപാടുകളും അതിൻ്റെ ഭവിഷ്യത്തുകളും പ്രാക്ടിക്കാലിറ്റിയും ഒക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ അങ്ങനെ തീരുമാനമെടുക്കാവൂ. എത്രത്തോളം അത് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു മാതൃകയില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങളുടെ സാഹചര്യത്തിലും ഒക്കെ വരുന്ന രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് 10 കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള മട്ടിൽ ഉപദേശിച്ച് തരാനുള്ള ബുദ്ധി എനിക്കില്ല. കാര്യം എൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ പുസ്തകത്തിലൊന്നും പഠിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് നോക്കുക. ഇതേപോലെയുള്ള നല്ല ഏരിയകളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ തിരഞ്ഞെടുത്ത് നോക്കി മുന്നോട്ട് പോവുക എന്നേ പറയാൻ പറ്റുന്നുള്ളൂ.